നമുക്കറിയാം പോഷൻ ട്രാക്കർ എന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടെ പ്രവർത്തിക്കുന്ന ഈ ആപ്ലിക്കേഷനകത്ത് ICDSൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ രേഖപ്പെടുത്തി വരാറുണ്ട്. പ്രധാനമായിട്ടും അംഗനവാടികളിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് കുട്ടികളുടെ ഹാജർ നില കണക്കാക്കി രേഖപ്പെടുത്തുന്നത്, അവർക്ക് മോർണിംഗ് സ്നാക്സ് കൊടുക്കുന്നത്, അവർക്ക് HCM കൊടുക്കുന്നത്, അതേപോലെ തന്നെ അവർ വളർച്ചാ നിരീക്ഷണങ്ങൾ കൃത്യസമയങ്ങളിൽ രേഖപ്പെടുത്തുന്നത്, THR ഉൾപ്പെടെയുള്ള സേവനങ്ങൾ അമ്മമാർക്കും ഗർഭിണികൾക്കും ഒക്കെ തന്നെ യഥാസമയം വിതരണം ചെയ്യുന്നത്, അവരുടെ ആരോഗ്യ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത് വരുന്നത്, ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പോഷൻ ട്രാക്കറിൽ നിത്യവും നമ്മൾ ടീച്ചേഴ്സ് രേഖപ്പെടുത്താറുണ്ട്. ഇതെല്ലാം തന്നെ മാസാവസാനത്തിലേക്ക് കടക്കുന്ന സമയം അത് സൂപ്പർവൈസർക്കും CDPOയ്ക്കും കൂടാതെ ഗുണഭോക്താക്കളുടെ രക്ഷിതാക്കൾക്ക് കൂടി അല്ലെങ്കിൽ ഗുണഭോക്താക്കൾക്ക് കൂടി ഈ ഡാറ്റകളൊക്കെ തന്നെ ഉപകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഇത് ഗുണഭോക്താക്കൾക്ക് അല്ലെങ്കിൽ ഗുണഭോക്താക്കളായിട്ടുള്ള നമ്മുടെ കുഞ്ഞുമക്കളുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ഇത് ഉപകാരപ്പെടുന്നത് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക. ഇന്ന് ഒരു ഗുണഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുട്ടി അംഗൻവാടിയിലേക്ക് പറഞ്ഞയക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ കുട്ടി 0 മുതൽ 6 മാസം വരെയുള്ള കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ വളർച്ചാ നിരീക്ഷണം നടത്തുന്നതും ആ കുട്ടിയുടെ വളർച്ചാ വികാസത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്നതൊക്കെ തന്നെ ആ ഗുണഭോക്താവിൻ്റെ രക്ഷിതാക്കൾക്ക് അറിയാൻ വളരെയധികം ആകാംക്ഷയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഗുണഭോക്താക്കൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അവരുടെ മക്കൾക്ക് കിട്ടുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ്, യഥാസമയം കിട്ടുന്നുണ്ടോ, അതേപോലെ തന്നെ അവരുടെ വളർച്ചാ പുരോഗതി എന്താണ്, അതിൽ വല്ല മാറ്റങ്ങളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വീട്ടിലിരുന്നു കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതിന് ബെനിഫിഷ്യറി സിറ്റിസൺ ലോഗിനിലൂടെയാണ് ഇത്തരത്തിൽ ഗുണഭോക്താവിന് എൻ്റർ ചെയ്യേണ്ടത്. ഇത്തരത്തിൽ ബെനിഫിഷ്യറി ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അവരുടെ ഗുണഭോക്താവ് അവരുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കുട്ടികളുടെ വിവരങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അതെങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ കൃത്യമായി അറിയുക. ഗുണഭോക്താക്കൾക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യ പുരോഗതി വിലയിരുത്താൻ കഴിയുന്ന വളരെയധികം സഹായകരമാകുന്ന ഒരു പോർട്ടൽ കൂടിയാണിത്. അവർ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗപ്പെടുത്തി OTP സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ പേജിലോട്ട് എത്താൻ സാധിക്കും. ഇവിടെ ഗുണഭോക്താവിൻ്റെ കുട്ടികളാണോ അല്ലെങ്കിൽ ഗർഭിണിയാണോ ലാക്റ്റേറ്റ് മദറാണോ അവരുടെ വിവരങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഭാഗത്ത് കാണുക. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി തന്നെ ഗുണഭോക്താക്കൾക്ക് കുഞ്ഞുങ്ങളുടെ വളർച്ചാ പുരോഗതി അറിയുന്നതിന് കൂടുതൽ ആകാംക്ഷയുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പോർട്ടൽ വഴി ആ കുട്ടികളുടെ വളർച്ചാ നിരീക്ഷണം നടത്തിയത് കാണാനും THR കൊടുത്തത് കാണാനും ഹോം വിസിറ്റ് നടത്തിയത് കാണാനും ഒക്കെ തന്നെ അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗത്ത് എത്തിക്കഴിഞ്ഞ സമയം തന്നെ ഇവിടെ 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വാച്ച് ആൻഡ് ലേൺ എന്ന് കാണുന്നൊരു ഭാഗം കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗുണഭോക്താക്കൾക്ക് തങ്ങളുടെ കുഞ്ഞിൻ്റെ കാറ്റഗറി മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആണോ, അവർ ലാക്ടേറ്റിംഗ് മദറാണോ, AG കുട്ടിയാണോ, അങ്ങനെ ആരാണോ ഏത് കാറ്റഗറിയിൽ വരുന്ന ഗുണഭോക്താവാണോ അവർക്ക് ഈ ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ തന്നെ ആ കുട്ടിയുടെ കെയറിങ്ങുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെ തന്നെ അത് ഇമ്മ്യൂണൈസേഷൻ്റെ ഭാഗമായിട്ട് ലോ ബർത്ത് വെയിറ്റ് ആണെങ്കിൽ എന്തൊക്കെ കെയറിങ് ആണ്, അതേപോലെ തന്നെ ആ കുട്ടിക്ക് ORS പൊടി കൊടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ടോ, ഡയറിയ ബാധിച്ചുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് ഹൈജീൻ ഒരു പുതിയ ന്യൂ ബോൺ ബേബി ആയിട്ട് ആ കുട്ടിയുടെ ഹൈജീനിക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ആ കുട്ടിയെ സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ്, ഇതെല്ലാ വിവരങ്ങളും തന്നെ പോഷൻ ട്രാക്കറിലേക്ക് ഒരു പാഠ്യ പദ്ധതിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇംഗ്ലീഷിലും ഹിന്ദി ആയിരിക്കും അത് മനസ്സിലാക്കാൻ കഴിയുള്ള രക്ഷിതാക്കൾക്ക് അതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. ഇനി വീണ്ടും ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്കിതാ ഈ കാണുന്ന ബാക്ക് ബട്ടൺ ഒന്ന് പുറകിലോട്ട് പോവുക, വീണ്ടും ഈ ഭാഗത്തെത്തും. ഇനിയാണ് കുട്ടിയുടെ വളർച്ചാ പുരോഗതിയും മറ്റു കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതിലെ എല്ലാ വിവരങ്ങളും അറിയാൻ കഴിയുക. അതിന് ഈ കുട്ടിയുടെ ചിത്രത്തിന് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആ സമയം തന്നെ പുതിയൊരു പേജിലോട്ട് നിങ്ങളെ എത്തിക്കും. ആ ഭാഗത്താണ് ആ കുട്ടിയുടെ മുഴുവൻ വിവരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളതാണ്. കൃത്യമായി ഓരോ വിവരങ്ങളും ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ കുട്ടിയുടെ പേര്, അവരുടെ അംഗൻവാടിയുടെ പേര്, ആരോഗ്യ പുരോഗതി കാണാൻ സാധിക്കും. വളരെയധികം ഈ ഭാഗത്ത് നിന്ന് ഈ കുട്ടിയുടെ പ്രൊഫൈലിലെ മുകളിൽ കാണുന്ന 3 ഡോട്ട് ഈ കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഈ ഒരു സർവീസ് ഹിസ്റ്ററി എന്ന് കാണുന്ന ഈ ടാബ് കാണും. ഇത് ക്ലിക്ക് ചെയ്യുക. സർവീസ് ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുന്ന സമയം ആ കുട്ടിയുടെ
കാറ്റഗറി ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ വയസ്സ്, പ്രായം അറിയാൻ സാധിക്കും. ആ കുട്ടിയുടെ നിലവിലെ ഹൈറ്റും വെയ്റ്റും, അതായത് വളർച്ചാ പുരോഗതി എന്താണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ കാണാൻ സാധിക്കും. വേസ്റ്റിംഗ് അല്ല, സ്റ്റണ്ടിങ് അല്ല, അണ്ടർ റൈറ്റ് അല്ല എന്നുള്ളതാണ് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കേണ്ടത്. ആ കുട്ടിയുടെ കറൻറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 86.6 സെൻറ്റിമീറ്ററും 13 കിലോ വെയ്റ്റുമുള്ള കുട്ടിയാണ് എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ രക്ഷിതാക്കൾക്ക് അറിയാൻ സാധിക്കുമെന്നുള്ളതാണ്. അവർക്കറിയാം അംഗൻവാടിയിൽ കൃത്യമായി വളർച്ചാ നിരീക്ഷണം നടത്തുന്നുണ്ട്, THR HSM കൊടുക്കുന്നുണ്ട്, ഒപ്പം തന്നെ അവരുടെ എല്ലാം ഹോം വിസിറ്റുകൾ സന്ദർശിക്കുന്നുണ്ട്. എല്ലാം ഗുണഭോക്താക്കൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നിരുന്നാലും അവർക്ക് അവരുടെ കുട്ടികളുടെ വളർച്ചാ വികാസം അറിയുന്നതിന് കൂടുതൽ ആകാംക്ഷയുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ രീതിയിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഓരോന്ന് മനസ്സിലാക്കുന്നതിന് ഈ കാണുന്ന 3 ടാബ് ശ്രദ്ധിക്കുക. ഇവിടെ HSM THR HSM എന്ന് കാണുന്ന ഭാഗം ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുണഭോക്താവിന് അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം എപ്പോഴാണ് അവസാനമായിട്ട് കുഞ്ഞിന് THR HSM കിട്ടിയത്. കറൻറ്റ് ഡേറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. എത്ര പാക്കറ്റ്, അതുപോലെ എത്ര ദിവസം എന്നുള്ളത് കൃത്യമായിട്ട് ഈ ഭാഗത്ത് അറിയാൻ സാധിക്കും. ഇപ്പോൾ പാക്കറ്റ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അവിടെ 0 എന്ന് കാണുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ ബാക്ക് ഡേറ്റുകളിൽ, അതായത് ജാനുവരി, ഫെബ്രുവരി കഴിഞ്ഞ 2 മാസങ്ങളിൽ കൂടിയുള്ള വിവരങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൊടുത്തു എന്നുള്ളത് കാണാം. കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുത്തിട്ടില്ല, കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കും കാണാൻ കഴിയുക. അതേപോലെ തന്നെ ഗ്രോത്ത് മോണിറ്ററിങ് ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുന്നൊരു ഭാഗമാണ് വളർച്ചാ നിരീക്ഷണം. കുഞ്ഞിൻ്റെ കൃത്യമായിട്ടുള്ള വളർച്ചാ നിരീക്ഷണം ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. കഴിഞ്ഞ 3 മാസങ്ങളിലെ ഡാറ്റ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. 2025 ഡിസംബർ മാസം 12-ാം തീയതി എടുത്ത ആ കുട്ടിയുടെ ഹൈറ്റും വെയ്റ്റും, ഇവിടെ ആ കുട്ടിയുടെ വയസ്സ് ദിവസത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഹൈറ്റ് 86ഉം 12.5 വെയ്റ്റുമാണുള്ളത്. അത് അടുത്ത മാസത്തിലേക്ക് കടന്നപ്പോൾ ഒരു 0.5 സെൻറ്റിമീറ്റർ കൂടുകയും വെയ്റ്റ് ഒരു 8 ഗ്രാം കൂടുകയും ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ 3 മാസത്തെ കുട്ടികളുടെ വളർച്ചാ പുരോഗതി അവലോകനം ചെയ്യാൻ കഴിയുന്ന ഒരു സവിശേഷത കൂടെ ഇതിനകത്തേക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹോം വിസിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുന്ന സമയം ആ കുട്ടിയുടെ വീട്ടിൽ അല്ലെങ്കിൽ ഗുണഭോക്താവിൻ്റെ വീട്ടിൽ എത്ര പ്രാവശ്യം അംഗൻവാടി ടീച്ചർ വിസിറ്റ് ചെയ്തു എന്നുള്ളത് കൂടെ കാണാൻ കഴിയുന്ന സാഹചര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ഗുണഭോക്താവിന് തന്നെ വീട്ടിലിരുന്നു കൊണ്ട് അറിയാൻ കഴിയുന്ന സാഹചര്യങ്ങളാണ് പോഷൻ ട്രാക്കറിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വരുന്ന എല്ലാ മാറ്റങ്ങളും നമ്മളെ ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കണം, നമ്മളെ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കണം. ആയതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന എല്ലാ സേവനങ്ങളുടെയും സുതാര്യത എന്താണ് എന്നുള്ളത് വളരെയധികം കൃത്യമായിട്ട് മനസ്സിലാക്കാനും അറിയാനും കഴിയുന്നൊരു സാഹചര്യം ഇന്ന് പോഷൻ ട്രാക്കറിനകത്തുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ടീച്ചേഴ്സ് ആദ്യം മനസ്സിലാക്കുക, അതിന് ശേഷം ഗുണഭോക്താക്കൾക്ക് കൂടി ഈ ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. താങ്ക്